കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു. ചെറുവണ്ണൂരിൽ നടന്നേക്കുന്ന ഒരു ആക്സിഡന്റ്. ഫാത്തിമ എന്നൊരു ഒരു കുട്ടി അദ്ദേഹം സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബസ് വന്ന് അദ്ദേഹത്തെ തട്ടിയ ഒരു കാഴ്ച. ആക്ച്വലി ആ ഒരു വീഡിയോ നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കാമെങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു കാഴ്ചയുണ്ട്. അതായത് എവിടെ കൂടെയൊക്കെയാണ് പല വാഹനങ്ങളും അതിൽ കടന്നു പോകുന്നത് എന്നുള്ളൊരു കാഴ്ച. നമ്മൾ എന്തിനാണ് എന്തിനാണ് റോഡ് ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചിന്തിച്ചു പോകും. പലപ്പോഴും ഞാൻ അതിനകത്ത് മുമ്പേ വിദ്യയെടുത്ത് പറഞ്ഞേക്കുന്ന ഒരു ആ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിന് ശേഷം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ബൈക്കിൽ പോകുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, അവര് പറയുന്നുണ്ട് ആ ബസ് വരുന്നു, അവര് നിർത്തുന്നില്ല എന്നുള്ളൊരു കാര്യം. ഒരാള് പോലും ആ സീബ്ര ക്രോസിംഗിൽ വെച്ച് ആൾക്കാർ പോകാൻ വേണ്ടി വണ്ടി നിർത്തുന്ന ഒരു കാഴ്ച നമ്മൾ അവിടെ കാണുന്നില്ല. റൈറ്റ്, ലോകമെമ്പാടുമുള്ള റൂൾസ് ഓഫ് ട്രാഫിക് റൂൾസിൽ പെടുന്നതാണ്. പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട റൂളാണ് റൈറ്റ് ഓഫ് പാസേജ് ഫസ്റ്റ് ഉള്ളത് പെഡസ്ട്രിയൻസിനാണ്. പിന്നെ ടൂ വീലേഴ്സിൽ അതും സൈക്കിളുകാർക്കാണ് പിന്നെ സെക്കൻഡ് റൈറ്റ് ഓഫ് പാസേജ്. പിന്നെയാണ് അടുത്ത ടൂ വീലേഴ്സിന്, പിന്നെ ത്രീ വീലേഴ്സ്, പിന്നെ ഫോർ വീലേഴ്സ്, പിന്നെയാണ് ഈ ബസ്സും ട്രക്കും ലോറിയും വലിയ വലിയ വാഹനങ്ങൾ, ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിനൊക്കെ. ആ ഒരു ബേസിക് റൂള് പോലും മനസ്സിലാവാത്ത ഒരു കൺട്രിയാണ് ഇന്ത്യ. എങ്ങോട്ടാണ് ഈ മരണപ്പാച്ചിൽ, എങ്ങോട്ടാണ് ഈ മത്സര ഓട്ടം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ നാട്ടിലെ നിരത്തുകളിൽ സഞ്ചരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ ഇത് പരസ്പരം മത്സരിച്ചുകൊണ്ടുള്ള മത്സര ഓട്ടത്തിലാണ് ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ബസ്സിനേക്കാൾ കൂടുതൽ ആളുകളെ തങ്ങളുടെ ബസ്സിൽ എത്തിക്കണം, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻസിലേക്ക് കൂടുതൽ സമയത്തേക്ക് കൂടുതൽ ട്രിപ്പുകൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ മത്സരപ്പാച്ചിൽ നടത്തുമ്പോൾ അവർ അപകടത്തിലാക്കുന്നത് ഈ ബസ്സിന്റെ ഉള്ളിലിരിക്കുന്ന 60-70 പേരെ മാത്രമല്ല, ആ സഞ്ചരിക്കുന്ന റോഡിൽ അത്രയുമുള്ള ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുണ്ടാവും, റോഡ് ക്രോസ് ചെയ്യുന്ന നടന്നു പോകുന്നവരുണ്ടായിരിക്കും, മറ്റ് ചെറു വാഹനങ്ങളിൽ പോകുന്നവരുണ്ടായിരിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ മാത്രം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കണക്ക് പ്രകാരം ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച് മാത്രമുണ്ടായ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 120 പേരാണ്. നിയമത്തിന്റെ വഴിയിൽ പോകുന്നുണ്ട്, പക്ഷേ ശിക്ഷ കൊടുക്കേണ്ടത് ഫൈൻ എന്ന് പറയും. നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് നല്ല രീതിയിലുള്ള ഫൈന്. ഇപ്പൊ മിനിമം ഒരു 1 ലക്ഷം രൂപയാണ്. നമ്മൾ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് അല്ലെ? വലിയ തുകകൾ ഫൈൻ കൊടുക്കുക, ബ്ലാക്ക് പോയിന്റ്സ് കൊടുക്കുക, ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ അങ്ങനെ എല്ലാം ചെയ്യുക, എസ്പെഷ്യലി ഇങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ലൈസൻസ് അതെന്റെ ഉപജീവന മാർഗമാണ്, അത് പോയാൽ എനിക്ക് വേറെ ഇനിയും വരുമാനം ഇല്ല എന്നുള്ള തോന്നൽ വരുമ്പോ മാത്രമേ നമ്മൾ നന്നായിട്ട് സീരിയസ്നെസ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ തന്നെ പോലീസിന്റെ ഒരു പോലീസ് ആൻഡ് റോഡ് സേഫ്റ്റി അതോറിറ്റിയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് മുനിസിപ്പൽ അതോറിറ്റീസ്, അതത് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഓരോ നാട്ടിലുമുള്ള മുനിസിപ്പാലിറ്റികൾ ഉണ്ടായല്ലോ, മുനിസിപ്പൽ അതോറിറ്റീസ് എല്ലാം കൂടെ ചേർന്നുള്ള പ്രത്യേകതരം യോഗങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു 3 മാസം 4 മാസം 6 മാസത്തെ കാലയളവിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ യോഗങ്ങൾ കൂടുന്നതല്ലാതെ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ള കാര്യം വളരെ 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 അറിയാത്തൊരു കാര്യമാണ്. 2 ലെയിൻ 3 ലെയിൻ റോഡാണോ? അല്ല, സിംഗിൾ ലെയിൻ പോലും ഒരു ലെയിന്റെ ഒരു ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് നമ്മുടെ നാട്ടിൽ. അതിൽ ഏറ്റവും വീടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഏത് വാഹനമാണെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ട് ഓടിക്കുക. ആ വീഡിയോ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുന്നതാണ്. എനിക്ക് ഫുള്ള് കാണാൻ പോലും പറ്റിയില്ല കേട്ടോ. ഞാൻ ആ കുട്ടി നടന്നു വരുന്നുണ്ടപ്പോ എനിക്ക് മനസ്സിലായി അടുത്ത എന്താണ് സീൻ സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാതെ ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ചെറുവണ്ണൂരിൽ നടന്നേക്കുന്ന ഒരു സംഭവമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അതിന്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുള്ളൂ കേട്ടോ. 90.8 ദിൽ സേ FM